ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്തും ഞാനുമായിട്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംസാരിച്ച കൂട്ടത്തിൽ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അളിയ ഇത് ഓർമ്മയുണ്ടോ ഈ പരസ്യവാചകം? ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടളിയ, നൈക്കിയുടെ പരസ്യവാചകമല്ലേ? അത് തന്നെ അളിയ, ഞാനിപ്പോൾ ഈ നൈക്കിയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആലോചിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒരു തർക്കം നടന്നു. സ്റ്റീവ് ജോബ്സ് നൈക്കിയെ കണ്ട് പഠിച്ചിട്ടാണ് ആപ്പിളിനെ ഇത്രയും വലിയ കമ്പനിയാക്കി മാറ്റിയത് എന്നൊരു തർക്കം നടന്നിരുന്നു. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് തപ്പി ഇറങ്ങി മടുത്തളിയ, അളിയന് പറ്റുമെങ്കിൽ ഇതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു വീഡിയോ ആക്ക്, നാട്ടുകാരൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ശരിയാണല്ലോ, സ്റ്റീവ് ജോബ്സ് അങ്ങനെ നൈക്കിയെ കണ്ടിട്ട് ആപ്പിളിനെ വളർത്തിയെടുത്തു എന്നൊരു ചരിത്രം ഉണ്ടെങ്കിൽ അതൊന്ന് അറിയുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പതുക്കെ നേരെ നമ്മുടെ ആസ്ഥാനം ഉണ്ടല്ലോ ഗൂഗിളിനകത്തോട്ട് കയറി ഈ നൈക്കിയുടെയും സ്റ്റീവ് ജോബ്സിൻ്റെയൊക്കെ ഉള്ള ബന്ധം എന്താണെന്ന് അന്വേഷിച്ചു പോയപ്പോൾ കാര്യങ്ങളൊക്കെ സത്യമാണ്. 1996 സ്റ്റീവ് ജോബ്സ് തിരിച്ച് ആപ്പിളിലേക്ക് വന്നത്. ആപ്പിൾ തുടങ്ങിയതും ആപ്പിൾ വിജയിച്ചതും ആപ്പിളിൽ നിന്ന് സ്റ്റീവ് ജോബ്സ് പുറത്താക്കപ്പെട്ടതോ ആയിട്ടുള്ള കഥകളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. അത് കഴിഞ്ഞ് സ്റ്റീവ് ജോബ്സ് ആപ്പിളിൽ ഇല്ലായിരുന്ന 11 വർഷം കൊണ്ട് ആപ്പിൾ തകർന്ന് തവിട് പൊടി ആയി എന്നുള്ളതാണ് സത്യം. ഉപഭോക്താക്കൾക്ക് ആപ്പിളിൽ ഉണ്ടായിരുന്ന എല്ലാ വിശ്വാസവും തകരുകയും ആപ്പിളിന് കച്ചവടമില്ലാതാവുകയും അവസാനം ചുരുക്കി പറഞ്ഞ ആപ്പിൾ ബാങ്ക്രപ്റ്റായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് കൂട്ടുകാരൊക്കെ കൂടെ മടങ്ങിച്ചെന്ന് സ്റ്റീവ് ജോബ്സിനെ നേരെ ആപ്പിളിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത്. അങ്ങനെ 1996 ആപ്പിളിലേക്ക് സ്റ്റീവ് ജോബ്സ് മടങ്ങി വന്നു. കമ്പനിയുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ആപ്പിളിനി തിരികെ കയറാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം ചെയ്തത് ഒരു പുതിയ പരസ്യവാചകം കണ്ടെത്തുക എന്നുള്ളതാണ്. ആ പരസ്യവാചകത്തിലൂടെ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ച് മാർക്കറ്റ് തിരികെ പിടിക്കുക, സാധാരണക്കാരായ ഉപഭോക്താക്കളെ തിരികെ പിടിക്കുക എന്നുള്ളൊരു തന്ത്രത്തിലൂന്നിയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അദ്ദേഹം അവതരിപ്പിച്ച തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്ന പരസ്യവാചകവും അതുപയോഗപ്പെടുത്തി നടത്തിയ പരസ്യങ്ങളുമൊക്കെ ആപ്പിളിനെ കൈപിടിച്ച് കരകയറ്റി എന്ന് പറയുന്നതാണ് സത്യം. ഇന്ന് ആപ്പിൾ ഒരു $1 ട്രില്യൺ കമ്പനിയായിട്ട് വളർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അതിന് ഈ സ്റ്റീവ് ജോബ്സ് ഉപയോഗിച്ച തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്ന പരസ്യവാചകം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. 1997 മുതൽ ഒരുപാട് വർഷക്കാലം തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്ന പരസ്യവാചകവും അതിലെ പരസ്യ തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടാണ് ആപ്പിൾ ഇങ്ങനെ കച്ചവടം നടത്തുകയും വളർന്ന് വലുതാവുകയൊക്കെ ചെയ്തത്. ഇപ്പോഴും പൂർണ്ണമായിട്ട് അവർ ഈ തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്ന പരസ്യവാചകം ഉപേക്ഷിച്ചിട്ടില്ല. ഐമാക്ക് പോലെയുള്ള അവരുടെ പ്രോഡക്റ്റുകളുടെയൊക്കെ പുറകിലും ഇതിൻ്റെയൊക്കെ ബോക്സിലുമൊക്കെ ഇപ്പോഴും തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്ന പരസ്യവാചകം അവരുപയോഗിക്കുന്നുണ്ട്. തിങ്ക് ഡിഫറൻറ്റ് എന്ന് പറയുന്ന പരസ്യവാചകത്തിലൂടെ ആപ്പിൾ തിരികെ വരികയും വമ്പൻ വിജയങ്ങൾ നേടുകയും അവരുടെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ആപ്പിളിലെ എക്സിക്യൂട്ടീവുകൾക്ക് വേണ്ടിയിട്ട് നടത്തിയ ഒരു ക്ലാസ്സിൽ, ഒരു സെഷനിൽ വെച്ചിട്ടാണ് സ്റ്റീവ് ജോബ്സ് തനിക്ക് ഈ ആശയം എവിടെ നിന്നാണ് കിട്ടിയത്, എന്തിൽ നിന്നാണ് താൻ ഇൻസ്പയർഡ് ആയത് എന്നുള്ള കാര്യം പറഞ്ഞത് എന്നുള്ള ഒരു കഥ പറഞ്ഞു കൊടുത്തത്. നൈക്കി എന്ന സ്പോർട്സ് ബ്രാൻഡിലൂടെയാണ് തനിക്ക് ഈ ആശയം കിട്ടിയതെന്നും നൈക്കിയുടെ ബിസിനസ് തന്ത്രങ്ങൾ കണ്ടിട്ടാണ് ഈ ആശയം താൻ വളർത്തിയെടുത്തതെന്നും താൻ ആരാധിക്കുന്ന, താൻ സ്വപ്നം കാണുന്ന ഒരു സ്ഥാപനമാണ് നൈക്കി എന്നും ഒക്കെയാണ് സ്റ്റീവ് ജോബ്സ് അന്ന് പറഞ്ഞത്. സ്റ്റീവ് ജോബ്സിൻ്റെ കഥയും അത് കേട്ടപ്പോഴുണ്ടായ ആവേശമൊക്കെ കൊണ്ടിട്ട് ഞാൻ ഗൂഗിളിനകത്ത് തന്നെ കുറേ നേരം തുടർന്നു. കൂട്ടത്തിൽ നേരെ അകത്ത് കയറി നൈക്കിയുടെ ചരിത്രവും നൈക്കിയുടെ വിജയത്തിൻ്റെ കാരണങ്ങളും ഒക്കെ ഇങ്ങനെ പല തരത്തിൽ അന്വേഷിച്ചു. ഒരുപാട് സംഭവങ്ങൾ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നൈക്കി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവർ നേടിയിട്ടുള്ള വലിയ നേട്ടങ്ങളൊക്കെ അതിനകത്ത് വിശദമായിട്ട് പല ആർട്ടിക്കിളുകളിലായിട്ട് ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ട്. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു കഥയെന്ന് പറയുന്നത് 2012 ലണ്ടൻ ഒളിമ്പിക്സ് ആണ്. ആ സമ്മർ ഒളിമ്പിക്സിലെ ടൈറ്റിൽ സ്പോൺസർ ആകുവാൻ വേണ്ടിയിട്ട് അന്നത്തെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സ്പോർട്സ് ബ്രാൻഡുകളും തമ്മിൽ വലിയ മത്സരമാണ് നടന്നത്. ഒളിമ്പിക്സിൻ്റെയൊക്കെ ടൈറ്റിൽ സ്പോൺസർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പ്രശസ്തി കൈവരിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തകൾ എവിടെയുണ്ടെങ്കിലും കൂട്ടത്തിൽ ഈ ടൈറ്റിൽ സ്പോൺസറുടെ പേരും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ചെറിയ കാര്യം എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ സ്പോൺസർ എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥാനത്തിലൂടെ നേടിയെടുക്കാവുന്ന പ്രശസ്തിക്കും പണത്തിനും കച്ചവടത്തിനും
കണക്കുണ്ടാകില്ല എന്നുള്ളതാണ്. ഈ സ്ഥാനം കിട്ടുവാനായിട്ട് എത്ര കാശ് വേണമെങ്കിലും മുടക്കുവാനായിട്ട് കമ്പനികൾ മുന്നോട്ട് വരാനുള്ള കാരണം. അന്ന് നടന്ന ലേലത്തിൽ അഡിഡാസ് ആണ് ലണ്ടൻ ഒളിമ്പിക്സിന്റെ ടൈറ്റിൽ സ്പോൺസർ സ്ഥാനം കരസ്ഥമാക്കിയത്. ചെറിയ തുകയ്ക്കൊന്നുമല്ല, 150 മില്യൺ US$ കൊടുത്തിട്ടാണ് അവർ ടൈറ്റിൽ സ്പോൺസർ സ്ഥാനം കരസ്ഥമാക്കിയത്. നൈക്കിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ സ്ഥാനം നേടിയെടുത്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പം നിങ്ങൾ ആലോചിക്കും, 150 കോടിയൊക്കെ മുടക്കി കഴിഞ്ഞാൽ അതിനുള്ള ഗുണം ഈ ടൈറ്റിൽ സ്പോൺസർ സ്ഥാനം കൊണ്ട് ഉണ്ടാകുമോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് എഡ്യൂക്കേഷൻ ആപ്പാണ് ബൈജൂസ് ആപ്പ്. ബൈജൂസ് ആപ്പ് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ബൈജൂസ് ആപ്പ് തുടങ്ങി വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ അവർ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബറിലൊക്കെ പ്രിന്റ് ചെയ്ത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞ ചെറിയ പോസ്റ്ററുകളോ ബാനറുകളോ ഇതിലൊക്കെ തുടങ്ങി TV അഡ്വർടൈസ്മെന്റുകളിലൂടെ, സിനിമാ തിയേറ്ററിൽ കാണിക്കുന്ന അഡ്വർടൈസ്മെന്റുകളിലൂടെ, സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന അഡ്വർടൈസ്മെന്റിലൂടെയൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വളർന്നു വന്നവരാണ്. അവർ ഒരു 1000 കോടിയുടെയൊക്കെ വളർച്ചയിലേക്കൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2019 ബൈജൂസ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസറായി മാറുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സിയിൽ ബൈജൂസ് എന്ന പേര് എഴുതപ്പെട്ടതോടുകൂടി അവർ കയറിയിരുന്നത് മുഴുവൻ ഇന്ത്യക്കാരുടെയും മനസ്സിലായിരുന്നു എന്നുള്ളതാണ് സത്യം. 2019 ബൈജൂസിൻ്റെ ലാഭം അല്ലെങ്കിൽ അവരുടെ ഈ പ്രോഡക്റ്റ് വിറ്റിട്ട് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരുന്ന ആ ലാഭവിഹിതം എന്ന് പറയുന്നത് $2.7 മില്യൺ ആയിരുന്നു. 2020 ആയപ്പോഴേക്കും അത് $6.9 മില്യൺ വളർന്നു എന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യൻ ജേഴ്സിയിൽ ആ സ്ഥാനം കിട്ടാൻ വേണ്ടി ബൈജൂസ് മുടക്കിയ കാശിന് എത്ര വലിയ പ്രതിഫലമാണ് തിരികെ കിട്ടിയതെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ 2022 ആയപ്പോൾ 10,000 കോടി ഇന്ത്യൻ രൂപയുടെ കച്ചവടമുള്ള ഒരു കമ്പനിയായിട്ട് ബൈജൂസ് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഒരു ടൈറ്റിൽ സ്പോൺസറോ ഒക്കെ ആയിട്ട് മാറി ഒരു വലിയ ടീമിൻ്റെയോ ഒരു വലിയ ഇൻ്റർനാഷണൽ ഇവൻറ്റിൻ്റെയോ ഒക്കെ തലപ്പത്ത് കയറിയിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പബ്ലിസിറ്റിയിൽ അല്ലെങ്കിൽ ആ ഇവൻറ്റിനോട് ഒപ്പം നടക്കാൻ കഴിഞ്ഞാൽ എത്ര വലിയ സാമ്പത്തിക നേട്ടമാണ് ആ കമ്പനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതെന്ന്. നമുക്കിനി നേരെ 2012 ലണ്ടൻ സമ്മർ ഒളിമ്പിക്സിലേക്ക് മടങ്ങിപ്പോവാം. അഡിഡാസിന് ടൈറ്റിൽ സ്പോൺസർ എന്നുള്ള പദവി കിട്ടിയതോടുകൂടി, ആ പദവി കാശ് കൊടുത്ത് അഡിഡാസ് വാങ്ങിയതോടുകൂടി അവർ അവരുടേതായിട്ടുള്ള ബിസിനസ് തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. അവർ ഒളിമ്പിക് കമ്മിറ്റിയുമായിട്ട് കൂടിയാലോചിച്ച് കുറേ നിയമങ്ങളും കുറേ നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സ്പോർട്സ് ഉൽപ്പന്നങ്ങൾ വെക്കുന്ന കമ്പനികളെയൊക്കെ ഇത് അറിയിച്ചു. അതിൻ്റെ പ്രകാരം ലണ്ടൻ എന്ന വാക്ക്, UK ലണ്ടൻ എന്ന വാക്കോ, ഒളിമ്പിക്സ് 2012 എന്നുള്ള വാക്കോ, സമ്മർ ഒളിമ്പിക്സ് എന്നുള്ള വാക്കോ തുടങ്ങിയുള്ള കുറേ വാക്കുകളും ഈ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട പരസ്യവാചകങ്ങളോ ഈ ഒളിമ്പിക്സിൻ്റെ വലയങ്ങളോ ഒന്നും ഈ ബാക്കിയുള്ള സ്പോർട്സ് ബ്രാൻഡുകൾ ഒരിടത്തും ഉപയോഗിക്കുവാനോ അവരുടെ പരസ്യങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാണിക്കുവാനോ പാടില്ല എന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണമാണ് ഇവർ ഏർപ്പെടുത്തിയത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ കമ്പനികളും നിശബ്ദരായി എന്നുള്ളതാണ് സത്യം. ഇത്രയും കാശൊക്കെ മുടക്കി ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒക്കെ നേടി ഒളിമ്പിക്സിനെ മുഴുവൻ കൈക്കുള്ളിലാക്കി അഡിഡാസ് ഇങ്ങനെ വിലസി നടക്കുന്ന സമയത്താണ് ശരിക്കുമുള്ള ട്വിസ്റ്റ് സംഭവിച്ചത്. നമുക്കറിയാം 2022 നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എന്നൊക്കെ പറയുന്ന ഒരു വലിയ സംഭവമാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ വരെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആൾക്കാരാണ്. എന്നാൽ 2012 സാഹചര്യം ഇങ്ങനെയല്ല, സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ഇത്രത്തോളം ഇല്ല. എന്നാൽ വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഉണ്ടായിരുന്ന സമയം തന്നെയാണ് 2012. അന്ന് ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ട്വിറ്ററിലൂടെ ഉള്ള ട്വീറ്റുകളൊക്കെ വളരെ വലിയ തരംഗമായ സമയമായിരുന്നു. അന്ന് ഈ ഒളിമ്പിക്സ് എന്ന വാക്കും അല്ലെങ്കിൽ ഈ ഒളിമ്പിക്സും അഡിഡാസുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് 9,000 ട്വീറ്റുകൾ ഉണ്ടായി എന്നാണ് കണക്ക്. അതൊരു വലിയ സംഖ്യയാണ്. എന്നാൽ നൈക്കി എന്ന പേരും ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് 16,000 ട്വീറ്റുകൾ ഉണ്ടായി എന്ന് പറയുന്നതാണ് അഡിഡാസിനെ ആദ്യമായി ഞെട്ടിച്ച ഒരു സംഭവം. അതിൽ തീർന്നില്ല. ഈ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം തുടങ്ങി ഈ ഒളിമ്പിക്സ് അവസാനിക്കുന്നതിനിടയിലുള്ള ആ അത്രയും ദിവസങ്ങൾക്കുള്ളിൽ
സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നമ്മുടെ അഡിഡാസിന് 12,000 പുതിയ ഫോളോവേഴ്സ് ഉണ്ടായി. അന്നതൊരു വലിയ സംഖ്യ തന്നെയാണ്. എന്നാൽ നമ്മുടെ നൈക്കി സ്വന്തമാക്കിയത് 57,000 ഫോളോവേഴ്സിനെയാണ് എന്ന് പറയുമ്പോഴാണ് നൈക്കിയും അഡിഡാസും തമ്മിൽ എത്ര വലിയ ദൂരം വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഇത് കൂടാതെ ഈ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് അന്ന് UK ഒരു സർവേ നടന്നിരുന്നു. ഈ സർവേയിൽ ജനങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളിലൊന്ന് ഈ ഒളിമ്പിക്സ്, ലണ്ടൻ ഒളിമ്പിക്സ് 2012 സമ്മർ ഒളിമ്പിക്സിന്റെ ടൈറ്റിൽ സ്പോൺസർ ആരാണ് എന്നുള്ളതാണ്. 21% ആൾക്കാർ പറഞ്ഞത് അഡിഡാസ് ആണ് ഈ ലണ്ടൻ ഒളിമ്പിക്സിന്റെ ടൈറ്റിൽ സ്പോൺസർ എന്നാണ്. എന്നാൽ 37% ആൾക്കാർ പറഞ്ഞത് നൈക്കി ആയിരിക്കും ലണ്ടൻ ഒളിമ്പിക്സിന്റെ ടൈറ്റിൽ സ്പോൺസർ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ $150 കോടി ചെലവാക്കാതെ ഒളിമ്പിക്സിന്റെ രീതിയിലുള്ള ഒരു പദങ്ങളോ വാക്കുകളോ ഒന്നും ഉപയോഗിക്കാതെ ശരിക്കും നൈക്കി അഡിഡാസിനെ കീഴടക്കി ഒളിമ്പിക്സിലെ കച്ചവടം മുഴുവൻ പിടിച്ചു എന്നുള്ളതാണ് സത്യം. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കറിയാം, എന്ത് കാര്യമുണ്ടെങ്കിലും ഏത് നിയമം ഉണ്ടെങ്കിലും എത്ര വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും അതിലൊക്കെ ലൂപ്പ് ഹോളുകൾ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഈ ലണ്ടൻ ഒളിമ്പിക്സിൽ അഡിഡാസ് കളിച്ച കളിയിലൂടെ ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചുവെങ്കിലും ഇത്രയും വലിയ നിയന്ത്രണങ്ങൾക്കിടയിൽ നിന്ന് നമ്മുടെ നൈക്കി 3 ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി. ആ 3 ലൂപ്പ് ഹോളുകൾ ഏതാണെന്നും ആ ലൂപ്പ് ഹോളുകളിലൂടെ നൈക്കി നടത്തിയ കളികൾ എന്താണെന്നുമുള്ളത് ചരിത്രമാണ്. ആദ്യത്തെ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അത്ലറ്റുകൾക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് ഷൂസുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അഡിഡാസിനെ നിർബന്ധിച്ച് അവരുടെ ഷൂസുകൾ തന്നെ ഇവരെ കൊണ്ട് ഇടിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്. നമ്മുടെ നൈക്കി ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 400 ഒളിമ്പ്യന്മാരെ അവരുടെ ബ്രാൻഡ് അംബാസഡർമാരായിട്ട് നിയമിച്ചു. എന്നിട്ട് ഈ 400 പേർക്കും നൈക്കിയുടേതായിട്ടുള്ള ഷൂസുകൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ പങ്കെടുക്കുന്ന മത്സര ഇനങ്ങളിലും ഒളിമ്പിക് വില്ലേജിലും ഈ ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ ഷൂസുകൾ തന്നെ ധരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ ഷൂസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു വ്യത്യസ്തമായിട്ടുള്ള അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ നിന്നും ശരിക്ക് വിചിത്രമായിട്ടുള്ള ഷൂസുകളാണ് അവരുണ്ടാക്കിയത്. അതിനൊരു വോൾട്ട് എന്ന് പറയുന്ന ഒരു ശ്രേണിയിലാണ് അവർ ഈ ഷൂസുകൾ അവതരിപ്പിച്ചത്. പച്ചയും മഞ്ഞയും കലർന്ന ഒരു പ്രത്യേക നിറത്തിലുള്ള ഷൂസുകളായിരുന്നു ഇവ. ഈ ഷൂസുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒളിമ്പിക് സ്റ്റേഡിയത്തിലെ ട്രാക്കുകളിൽ ഈ ഷൂസുകൾ ഇട്ടുകൊണ്ട് ആരിറങ്ങിക്കഴിഞ്ഞാലും ഈ ഷൂസുകൾ വളരെ എളുപ്പത്തിൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതാണ്. ഇതൊക്കെ TV-യിലോ ഫോട്ടോയിലോ ഒക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ കാഴ്ചയിൽ ആദ്യം ഉടക്കുന്നത് ഇവരുടെ കാലുകളിൽ കിടക്കുന്ന ഷൂസുകളായിരിക്കും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒളിമ്പിക്സിന്റെ ആ കാലം കൊണ്ട് നൈക്കിയുടെ ഈ ഷൂസുകൾ വളരെ പ്രശസ്തമായി എന്നുള്ളതും നൈക്കി എന്നുള്ള പേര് ഒളിമ്പിക്സിൽ നിറഞ്ഞു നിന്നു എന്നുള്ളതുമാണ്. രണ്ടാമത്തെ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് കുറച്ച് രസകരമായിട്ടൊരു സംഗതിയാണ്. ഈ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിർദ്ദേശം എന്ന് പറയുന്നത് UK-യിലെ ലണ്ടൻ എന്ന് പറയുന്ന പേര് മറ്റ് കമ്പനികൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ നൈക്കി നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റിടങ്ങളിലായി 29 സ്ഥലങ്ങൾക്ക് കൂടി ലണ്ടൻ എന്ന പേരുണ്ട് എന്നാണ്. ഒഹിയോ എന്നുള്ള പറയുന്ന സ്ഥലത്ത് ലണ്ടൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ജമൈക്കയിൽ ലണ്ടൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ലണ്ടൻ എന്ന പേരിൽ റോഡുകളുണ്ട്. ലണ്ടൻ എന്ന പേരിൽ ബ്യൂട്ടി പാർലർ ഉണ്ട്. ലണ്ടൻ എന്ന പേരിൽ ജിമ്മുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയ നൈക്കി ഈ സ്ഥലങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പരസ്യം ചിത്രീകരിച്ചു. ഈ പരസ്യം അവർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു. യഥാർത്ഥത്തിൽ UK-യിലുള്ള ലണ്ടനെ ഒഴിവാക്കി ബാക്കിയുള്ള ലണ്ടനുകളിലെല്ലാം വെച്ച് ചിത്രീകരിച്ച ഈ പരസ്യം ആ ഒളിമ്പിക്സിലെ ഏറ്റവും വിജയിച്ച അഡ്വർടൈസ്മെന്റ് ആയിരുന്നു, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട അഡ്വർടൈസ്മെന്റ് ആയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത്തെ ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലോകത്തെ പ്രശസ്തമായ ബ്രാൻഡുകളെല്ലാം തന്നെ അതിപ്രശസ്തരായ മനുഷ്യരെ വെച്ചിട്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങളെ പരസ്യം ചെയ്യിക്കുന്നത്. നൈക്കിയും അഡിഡാസും ഒക്കെ അങ്ങനെ തന്നെയാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വില കൂടി അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അത്ലറ്റുകളെയൊക്കെ വെച്ച് തന്നെയാണ് അവരുടെ പരസ്യങ്ങൾ ചെയ്യുന്നത്.
എന്നാൽ 2012 ഈ ലണ്ടൻ ഒളിമ്പിക്സിൽ ഈ ഒളിമ്പിക് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ആ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന പ്രമുഖരായ താരങ്ങളെയൊന്നും വെച്ചുകൊണ്ട് പരസ്യങ്ങൾ ചെയ്യാൻ മറ്റ് കമ്പനികൾക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ അഡിഡാസിന് ഈ പ്രശസ്തരായ ഒളിമ്പ്യന്മാരെ എല്ലാം വെച്ചിട്ട് പരസ്യം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുകയും ചെയ്തു. അവരിവരെയൊക്കെ ഉപയോഗപ്പെടുത്തി ധാരാളം പരസ്യങ്ങൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇറക്കുകയും ചെയ്തു. നൈക്കിയും വെറുതെ ഇരുന്നില്ല. നൈക്കി അപ്രശസ്തരായിട്ടുള്ള ടീനേജിലുള്ള കുറേ കുട്ടികളെ കണ്ടെത്തി ആ സ്പോർട്സിൽ പ്രാവീണ്യമുള്ള അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പല ഭാഗങ്ങളിൽ വെച്ച് ഒളിമ്പിക്സ് എന്ന പേരോ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇല്ലാതെ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ വീഡിയോ കാണുന്ന പരിശ്രമശാലികളായ ആൾക്കാർക്ക്, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യർക്കെല്ലാം ആ വീഡിയോ കാണുമ്പോൾ അയ്യോ അത് എൻ്റെ കഥയാണല്ലോ എന്ന് തോന്നുന്ന തരത്തിൽ അത്രയും ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് അവരുണ്ടാക്കിയത്. ഫൈൻഡ് യുവർ ഗ്രേറ്റ്നസ് എന്ന പേരിൽ അവരിറക്കിയ ആ വീഡിയോ അന്നത്തെ കാലത്ത് യൂട്യൂബിൽ 4.2 മില്യൺ ആൾക്കാരാണ് ഒളിമ്പിക്സ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പേ കണ്ടു തീർത്തത്. എന്നാൽ അതേ സ്ഥാനത്ത് ഈ പ്രശസ്തരെയൊക്കെ വെച്ചിട്ട് നമ്മുടെ അഡിഡാസ് ചിത്രീകരിച്ച വീഡിയോ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയും 2.7 മില്യൺ ആൾക്കാർ മാത്രം ഈ വീഡിയോ യൂട്യൂബിൽ കാണുകയും ഉണ്ടായി എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2012 ലണ്ടൻ സമ്മർ ഒളിമ്പിക്സിൽ കാശ് മുടക്കി ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒക്കെ വാങ്ങിയെടുത്തതും നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാക്കിയതും അഡിഡാസ് ആയിരുന്നുവെങ്കിലും ശരിക്കും ഒളിമ്പിക്സ് കൊണ്ട് നേട്ടമുണ്ടാക്കിയത് നൈക്കി ആയിരുന്നു. നൈക്കി അതിനുവേണ്ടി നടത്തിയ അന്വേഷണങ്ങളും നൈക്കി നേട്ടമുണ്ടാക്കാനായിട്ട് നടത്തിയ പരിശ്രമങ്ങളും ഒക്കെയാണ് ശരിക്ക് അഡിഡാസിനെ തറ പറ്റിച്ചത് എന്ന് പറയാൻ കഴിയും. നമുക്കറിയാം, നമ്മൾ പല ആൾക്കാരും പലവിധ ലക്ഷ്യങ്ങളുമായിട്ട് പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മൾ കുറേയേറെ ആൾക്കാർക്ക് മടിയൊക്കെ ഉണ്ട്, പിന്നെ മാറ്റിവെക്കുന്ന ശീലങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് 1-2 പ്രാവശ്യമൊക്കെ തോറ്റുപോയാൽ പിന്മാറിപ്പോകുന്ന ശീലമൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൂടെ ജീവിക്കുന്ന നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിൽ 99% മനുഷ്യരും ഗുഡാണ് എന്നുള്ളതാണ്. എന്നാൽ 1% മനുഷ്യർ മാത്രമാണ് ഗ്രേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പലരെ കുറിച്ചും പറയാറുണ്ട്, ഗ്രേറ്റ് പേഴ്സണാലിറ്റി, എത്ര മഹാനായ മനുഷ്യൻ, എത്ര വിജയിച്ച മനുഷ്യൻ എന്നെക്കുറിച്ച് പലരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഈ മനുഷ്യരെയൊക്കെ ഈ സ്ഥലത്തേക്ക് എത്തിച്ച, അല്ലെങ്കിൽ അവരൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആക്കി മാറ്റിയ അവരുടെ പരിശ്രമത്തെക്കുറിച്ച് നമ്മൾ അധികം പേരും ഒരിടത്തും വായിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കേൾക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൊണ്ട് നടക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഇവർ ഈ നടത്തിയ പരിശ്രമങ്ങളെയാണ് നമ്മൾ ശീലമാക്കേണ്ടത്. ഈ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന കാര്യം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മളിലുമൊക്കെ ഗ്രേറ്റ്നെസ് ഉണ്ട്. നമ്മൾ നമ്മളുടെ ഗ്രേറ്റ്നെസ് കണ്ടെത്തുമ്പോഴാണ് നമ്മൾ വിജയിച്ച ഒരു മനുഷ്യനാകുന്നത്. അഡിഡാസ് ലേലത്തിൽ ജയിച്ച് കാശൊക്കെ മുടക്കി അധികാരമൊക്കെ പിടിച്ചടക്കിയെങ്കിലും നൈക്കി സ്വന്തം ഗ്രേറ്റ്നെസ് തിരിച്ചറിഞ്ഞ് ആ അവസരം ഉപയോഗപ്പെടുത്തി അഡിഡാസിനെ തറ പറ്റിക്കുകയാണ് ഉണ്ടായത്. നൈക്കി എന്ന ബ്രാൻഡിനെ എന്തുകൊണ്ട് സ്റ്റീവ് ജോബ്സ് ആരാധനയോടെ നോക്കിയെന്നും എന്തുകൊണ്ട് നൈക്കിയുടെ തന്ത്രങ്ങളെ കടമെടുത്ത് അത് മനസ്സിലാക്കി ആപ്പിളിനെ കൈപിടിച്ചുയർത്തിയെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഒരു കാര്യമേ നിങ്ങളോടും പറയാനുള്ളൂ, സ്റ്റീവ് ജോബ്സ് പറഞ്ഞ കാര്യം തന്നെയാണ്, തിങ്ക് ഡിഫറെൻറ്റ്.